പോകാൻ കഴിയില്ല. KSRTCയിലെ ജീവനക്കാർ സമൂഹത്തിന്റെ മുന്നിൽ അപമാനിതരാകുന്നു. അവർ കഷ്ടപ്പെടുന്നു, അവർ രാവിളുക്കോളം പണിയെടുക്കുന്നു, പക്ഷേ അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. പണിയെടുത്തവർക്ക് അവർക്ക് അനുവദിക്കപ്പെട്ട പെൻഷൻ കിട്ടുന്നില്ല. സമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കപ്പെടുന്ന ഒരു തൊഴിലാളിയുടെ വേദന സർക്കാരുകൾ തിരിച്ചറിയേണ്ടതാണ്. പക്ഷേ ഇതിനെന്താണ് മാർഗം? സേവനം വേണോ, വ്യവസായം വേണോ? എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും? ഇത് സേവനമാണെന്ന് പറയുമ്പോഴും നിലനിന്ന് പോകുവാനുള്ള വരുമാനം അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞുകൊണ്ട് മാത്രമേ ലോങ് ടേമിൽ ഇതിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതാണ് സേവനമാണോ വ്യവസായമാണോ എന്ന് ചോദിച്ചാൽ സേവനമാണ്. പക്ഷേ അപ്പോഴും അതിൽ നിന്നുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ അതിന് കഴിയണം. 1. 2, പരിപൂർണമായ റൂട്ടുകൾ ദേശസാൽകൃതമാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് പ്രാക്ടിക്കലി പലപ്പോഴും പോസിബിൾ അല്ല. ഇതിന് ഇവിടെ ഇരുന്നപ്പോൾ ഇപ്പോൾ KSRTCയുടെ ആൾ പറഞ്ഞു, CATUവിൻ്റെ അല്ലെങ്കിൽ AATUCൻ്റെ BMSൻ്റെ ഇവർക്കെല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയ പാർട്ടികളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടാവും. പക്ഷേ കുട്ടിക്ക് വിശക്കുമ്പോൾ വിശപ്പൊന്നേ ഉള്ളൂ എന്ന് ഇവർ മനസ്സിലാക്കണം. അവിടെ ഇരുന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നു, ഇവിടെ ഇരുന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയുന്നു. അവർക്ക് പിന്നെ ഇപ്പോൾ എന്തും പറയാം, ആരെ വേണമെങ്കിലും കുറ്റം പറയാം. കാരണം അവരിപ്പോൾ പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ എന്നുള്ള ഗവേഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ വിശക്കുമ്പോൾ അതൊന്നു മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് ഇവർ മനസ്സിലാക്കുകയും ഒരഭിപ്രായത്തിൽ ഇതിനുള്ളിൽ നിൽക്കുന്നവർക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പുറത്തു നിൽക്കുന്നവരെങ്ങനെയാണ് ഒരുമിച്ചെത്തുന്നത്? ഇനി ഇതിന്റെ സൊല്യൂഷൻസിലേക്ക് വന്നാൽ, 1, ആനവണ്ടി എന്നാണല്ലോ ഈ സംഭവത്തിന് വിളിക്കുന്നത്. ആനയ്ക്കൊരു പാപ്പാൻ വേണമല്ലോ. ഈ പാപ്പാനെ തന്നെ 4 കിലോമീറ്റർ അപ്പുറത്തുള്ള കാളയെ മേക്കാൻ കൂടെ വിടുകയും അതുപോലെ തന്നെ 10 കിലോമീറ്റർ അപ്പുറത്തുള്ള 4 ഏക്കർ കൃഷിയും അല്ലെങ്കിൽ പുരയിടത്തിൽ കൃഷി ഇറക്കാൻ വേണ്ടിയും ഇതേ പാപ്പാനെ തന്നെ വിട്ടുകഴിഞ്ഞാൽ ആ പാപ്പാൻ ആനയെ നോക്കാൻ പറ്റുമോ? ഇപ്പൊ ആരാ ഇവരുടെ MD? ശ്രീ രാജമാണിക്യം IAS ആണ് ഇവരുടെ MD. അദ്ദേഹത്തിന് KSRTC മാത്രമാണോ ചുമതല? അപ്പുറത്ത് KFC നോക്കണം, ഇതല്ലാതെ മറ്റു ചുമതലകൾ നോക്കണം. ഇത് മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനെ പൊക്കിയെടുക്കാൻ വേണ്ടി നിർത്തുന്ന ഒരാൾക്ക് 10 ചുമതലകൾ കൂടെ കൊടുത്തിട്ട് നീ ഇതെല്ലാം കൂടെ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ ആന അതോടൊപ്പം എങ്ങോട്ടെങ്കിലും ഓടും. ആനയ്ക്കൊരു പാപ്പാനെ കൊടുത്തു. ആന പാപ്പാനുമായിട്ട് ഒന്നും മെരുങ്ങി വരുമ്പോഴത്തേക്കും ഈ പാപ്പാനെ മാറ്റിയിട്ട് വേറൊരു പാപ്പാനെ വെച്ചാലോ? അപ്പോൾ തോന്നുമ്പോൾ ഈ CMDയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന പരിപാടി മാറ്റിയിട്ട് അടുത്ത 10 വർഷത്തിനിടയിലെങ്കിലും 2 CMDസിൽ മാത്രമായിട്ട് നിൽക്കണം. ഈ ഹെഡ് ചെയ്യുന്ന ആൾക്കുള്ള 2ാം പാപ്പന്മാരുണ്ടല്ലോ, അതായത് ഇവരുടെ കോർ ടീം. ഈ കോർ ടീമിന് അത്രയും എക്സ്ക്ലൂസീവ് സ്കില്ലുള്ള ഒരു കോർ ടീം കൊണ്ടുവരണം. മൊബിലിറ്റി സർവീസസിന്റെ പ്ലാനിങ്ങിൽ എക്സ്പെർട്ടീസ് ഉള്ള 2 പേരെങ്കിലും, ഇന്റർനാഷണൽ ലെവലിൽ എക്സ്പെർട്ടീസ് ഉള്ള 2 പേരെങ്കിലും മിനിമം KSRTCയുടെ കോർ ടീമിൽ ഉണ്ടാവണം. 2 പേരെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ടാവണം. ഇപ്പൊ ഇവരുടെ കോർ ടീമിൽ എത്ര ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ടെന്നൊന്ന് ചോദിച്ചു നോക്കി. എന്റെ അറിവിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോലും KSRTCയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല. ഇത്രയും കോടി രൂപയുടെ വരുമാനമുണ്ടാകുന്ന ചെലവുണ്ടാകുന്ന ഒരു സംരംഭത്തിന് എങ്ങനെയാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്? നമ്മൾ ഈ ഇരിക്കുന്ന മാതൃഭൂമിക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇല്ലാതെ? കൃത്യമായ രീതിയിൽ 2 ചാർട്ടേഡ് അക്കൗണ്ടൻസിനെങ്കിലും സേവനം അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. യൂണിയന്റെയോ അല്ലെങ്കിൽ സാധാരണ തൊഴിലാളികളുടെയോ ഭാഗത്ത് നിന്ന് അവർക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? ഏറ്റവും അക്കൗണ്ടബിലിറ്റിയിൽ ഈ വണ്ടി ഓടിക്കുക. ഇപ്പോൾ വണ്ടി സ്പീഡിൽ ഓടിക്കുന്നു, എവിടെ കൊണ്ടുപോകണമെങ്കിലും ഇടിക്കാം. കാരണം ഇൻഷുറൻസ് ക്ലെയിം ആര് കൊടുത്തോളും? നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, ഇടിക്കുന്ന ആൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഏതെങ്കിലും ഒരു വണ്ടിയിൽ ഒരു KSRTCയുടെ വെഹിക്കിൾ കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ ആ ഡ്രൈവർക്ക് അവിടെ ഒരു ടെൻഷനും ഇല്ല. നാട്ടുകാർ കൈവയ്ക്കുമെന്നുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ. കാരണം അയാളുടെ ലയബിലിറ്റി അല്ല അത്. അതിനകത്ത് അക്കൗണ്ടബിലിറ്റി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഉണ്ടാവണം. അതിന് ക്ലെയിം കൊടുക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഇതിന്റെ രീതിയിൽ ഇടപെടേണ്ടി വന്നാൽ അതിന് ചെലവാക്കുന്നതും എന്റെ വീട്ടിലേക്ക് വരേണ്ട പൈസയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് പറ്റണം. നേരത്തെ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, 3 തരത്തിൽ നമുക്ക് ട്രിപ്പുകളെ എടുക്കാം. 1, എല്ലാ MLAമാരും ഓരോ ബസ്സുകൾ കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ഓടിക്കട്ടെന്നേ. 140 MLAമാർ അവർക്കിനി ഒരു ലാഭമില്ലാത്ത സ്ഥലത്തായാലും എവിടെ വേണമെങ്കിലും ഓരോ ബസ് കൊണ്ട് ഓടിക്കട്ടെ. പക്ഷെ കൂടുതൽ ബസ് KSRTCയോട് ചോദിക്കരുത്. ഈ കെട്ടിയിട്ടിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ കെട്ടിയിട്ടിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഇന്ന് കേരളത്തിൽ പ്രൈവറ്റ് ആയിട്ടുള്ള കോംപ്ലക്സുകളിൽ വാടകയ്ക്ക് നിൽക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളെ എല്ലാം തന്നെ KSRTC കെട്ടിയിട്ടിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് മാറ്റണം. സൂചിപ്പിച്ചതുപോലെ ശ്രീ രാഹുൽ പറഞ്ഞതുപോലെ ഞാനിതെല്ലാം യൂണിയൻ ചെയ്യണമെന്നല്ല പറഞ്ഞത്, മറിച്ച് ഇതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട നിലപാടുകൾ. യൂണിയൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സമരങ്ങളുടെ അജണ്ടകൾക്കുള്ളിൽ ഇത്തരം കാര്യങ്ങൾ കൂടെ ഒരു അജണ്ടയായി വരണം. ഈ എക്സ്പെർട്ടുകളെ റാങ്ക് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിയമിക്കുക സമരമായി മാറണം. MDക്ക് സിംഗിൾ ചുമതല കൊടുക്കുന്നത് സമരമായി മാറണം. കഴിവുള്ള ഇപ്പം സെൻകുമാർ സാറിന്റെ ഗുണം എന്താണ്? പുള്ളി ഒരു ഇക്കണോമിസ്റ്റ് കൂടെയാണ്. പുള്ളിക്ക് കുറച്ചുകൂടെ കാര്യമായിട്ട് അത് പ്ലാൻ ചെയ്യുവാനും ഒരു വലിയ ക്യാൻവാസിൽ ഇത് കാണുവാനുമുള്ള ഒരു കെൽപ്പുണ്ട്. ആൻഡ് ഈ വാസ് എ വെരി സീനിയർ ഓഫീസർ. 2006 ആ ചാർജ് ഏറ്റെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് തന്നെ അദ്ദേഹം ഒരു സീനിയർ ഓഫീസറാണ്. അപ്പോൾ കുറച്ചുകൂടെ ഉൾക്കാഴ്ചയോടുകൂടെ കാര്യങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ അതിനകത്ത് വരണം. പിന്നെ മാർഷൽ പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ടോട്ടൽ റിവാമ്പിൽ ഇത് നിന്ന് പോകത്തുള്ളൂ മാർഷൽ. കാര്യം എന്നറിയാവും. ഇപ്പോൾ ഒരു കാര്യം നോക്കൂ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒന്നുകൂടെ കാണണം.
36 ലക്ഷം പേരോളം യാത്ര ചെയ്തിരുന്ന KSRTCയിൽ ഇന്നത് 27-28 ലക്ഷം പേരോളം മാറിയിരിക്കുന്നു. അതായത് ഏതാണ്ട് 6-7 ലക്ഷം യാത്രക്കാരുടെ കുറവ് ഇതിനുള്ളിൽ വന്നിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ IRCTCയുടെ സൈറ്റ് എടുക്കുക. ഏതാണ്ട് 1-1.5 വർഷം മുമ്പ് വരെ IRCTCയിൽ നമ്മൾ ബുക്കിംഗ് കൊടുത്തിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് നേർച്ച ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ടിക്കറ്റ് കിട്ടൂ. ചിലപ്പോൾ പൈസ പോകും, ടിക്കറ്റ് വരില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ IRCTCയുടെ സൈറ്റിൽ ഗണ്യമായ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വെബ്സൈറ്റിന്റെ പ്രവർത്തനത്തിൽ ഗണ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരു സർക്കാരിന് കഴിയുക തന്നെ ചെയ്യും, അതിന് ഇടപെടാനും കഴിയും. പക്ഷേ ഇവിടെ പറ്റുന്ന പ്രശ്നം എന്താണെന്നറിയാവോ? കേരളത്തിൽ പിരിച്ചുവിടേണ്ട സംഘടനകളിൽ ഒന്നാണ്, അല്ലെങ്കിൽ അസോസിയേഷൻസ് ഒന്നാണ് ഈ കെൽട്രോൺ. കേരളത്തിന്റെ IT ഇൻഫ്രാസ്ട്രക്ചറിന് ഉണ്ടാക്കുന്ന നാശനഷ്ടത്തിന് കൈയും കടക്കുമില്ല. അവരുടെ കയ്യിലേക്ക് സർക്കാർ പ്രൊജക്ട് എടുക്കുന്നു, ഇവരത് എക്സ്റ്റേണലി ഏതെങ്കിലും ഒരു ഏജൻസിക്ക് കൊടുക്കുന്നു. ഈ ഏജൻസിയുടെ പുറത്ത് മേൽനോട്ടമില്ല, ആ ഏജൻസിയുടെ പുറത്ത് പ്ലാനിങ്ങിന് ആരും തന്നെ ചോദിക്കാൻ പോകുന്നില്ല, ഏജൻസി കൊടുക്കുന്ന ബില്ലിൽ പോലും ചോദ്യമില്ല, അക്കൗണ്ടബിലിറ്റി ഇല്ല. കേരളത്തിൽ IT സെറ്റപ്പിൽ എന്തെങ്കിലും പിന്നോട്ട് കേരളം സർക്കാർ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന് കെൽട്രോണിനുണ്ട്. ഇറാഷണൽ ആയിട്ടുള്ള സർക്കാർ തീരുമാനങ്ങൾക്കെതിരെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്, ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി യൂണിയന് കഴിയണം. ഒന്നുകൂടെ ഞാൻ പറയുന്നത്, ഏറ്റവും ശക്തമായ യൂണിയനൈസേഷൻ ഉള്ള ഓർഗനൈസേഷൻസിൽ ഒന്നാണ് KSRTC. ഈ KSRTCയിൽ ഏത് യൂണിയനിൽപ്പെട്ട ആരുടെ മകനോ മകൾക്കോ വിശന്നു കഴിഞ്ഞാലും അത് വിശപ്പാണ്, കൊച്ചു കരയുമെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ ഇവർ രക്ഷപ്പെടും.